നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത്. കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് എന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപേ നമുക്ക് ഇപ്പോഴുള്ള രണ്ട് വന്ദേ ഭാരത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് തിരുവനന്തപുരം കാസർഗോഡും ഒന്ന് തിരുവനന്തപുരം മംഗലാപുരവും. ഈ രണ്ട് ട്രെയിനുകളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന രണ്ട് വന്ദേ ഭാരതുകളാണ്. എപ്പോൾ നോക്കിയാലും നമുക്ക് ഇവിടെ ആൾക്കാർ ഫുള്ളാണ്. അത്രയ്ക്ക് ഡിമാൻഡുള്ള രണ്ട് ട്രെയിനുകളാണ്. ആൾക്കാർ കയറാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് ട്രെയിനുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും പെട്ടെന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അതിന് വേണ്ട റോഡുകളില്ല. റോഡുകൾ ഇപ്പോൾ വീതി കൂട്ടുന്നുണ്ടെങ്കിലും നമുക്ക് പല റോഡുകളും ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വീതി കൂട്ടിയാൽ തന്നെ നമുക്ക് പലയിടത്തും പല റോഡ്സും ആഡ്വക്കേറ്റ് ആവാതെ വരും. കാരണം നമ്മുടെ കേരളം അത്രയ്ക്ക് വലുതായിട്ടാണ് വികസിച്ച് വരുന്നത്. കാരണം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുന്നു, ഓൾറെഡി തന്നെ കൊച്ചിയിലൊരു പോർട്ടുണ്ട്, പിന്നെ കേരളത്തിലെ മലബാർ മേഖലയും വളരെയധികം വികസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു 4 വരി പാതയോ അല്ലെങ്കിൽ 6 വരി പാതയോ എനഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനഫാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഇടയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്തെ ബൈപ്പാസ് വഴി യാത്ര ചെയ്യായിരുന്നു. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഈ ബൈപ്പാസ് വന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഒരു യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ന് നമുക്ക് അവിടെ വളരെയധികം കൺജഷൻ വരുന്നുണ്ട്. കൺജഷൻ വരുന്ന ഇൻ ദ സെൻസ് അവിടെ റോഡിൽ വേറെ കുഴപ്പങ്ങളുണ്ടായതുകൊണ്ടല്ല. ഇപ്പോൾ ഈഞ്ചകൾ പോലുള്ള ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അല്ലാത്തടത്തൊക്കെ അത്യാവശ്യം നല്ല വാഹനത്തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഒരു റോഡ് വരുന്നുണ്ട്, നമ്മുടെ വിഴിഞ്ഞം പോർട്ടും ഈ ബൈപ്പാസുമായി ബന്ധിപ്പിച്ചുകൊണ്ട്. അപ്പോൾ കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് വരും നമ്മുടെ ട്രക്കുകളിൽ. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്തുമാത്രം ട്രാഫിക്കാണ് വരുന്നത്. അപ്പോൾ ഈ റോഡ് അത്രയും ആഡിക്വേറ്റായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. നമ്മൾ വീണ്ടും വീതി കൂട്ടേണ്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഭാവിയിൽ പോകേണ്ടി വരും. പക്ഷേ നമുക്കപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് വേണ്ടേ? ആ ആൾട്ടർനേറ്റീവാണ് നമ്മുടെ വന്ദേ ഭാരത് എന്ന് പറയുന്നത്. വന്ദേ ഭാരതിൽ കയറിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. വളരെയധികം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഡോർസ് ഉണ്ട്, സേഫ്റ്റിക്ക് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സേഫായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോയപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ സേഫ്റ്റിയെ പറ്റി പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത്. കോയമ്പത്തൂരും തിരുപ്പൂരിനും ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണൊന്ന് മിസ്സായിട്ട് പോയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. കംപ്ലയിൻ്റ് ഒക്കെ വളരെയധികം ശോചനയാണ് കേട്ടോ. നമ്മൾ ഒരു റെയിലിൻ്റെ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലേക്ക് വിളിച്ചു. ആ നമ്പറിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും തിരിച്ച് വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ തിരുപ്പൂരിൽ പോലീസ് വന്നപ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറങ്ങുന്ന സ്റ്റേഷനിൽ പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മുടെ എവിടെ വെച്ചാണോ നടന്നത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ആകെ ഒരു വട്ടാവുന്നൊരു സിറ്റുവേഷനാണ്. നമ്മൾ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോകുമായിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം പോയി. അപ്പം നമുക്ക് ഇവിടെ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ടുള്ള ഡോർസ്, അതിനോടൊപ്പം തന്നെ CCTV ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിൻസൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. നല്ല ബെറ്റർ ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, ക്ലീൻ ടോയ്ലറ്റ്സ്. പിന്നെ ക്ലീൻ ടോയ്ലറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി കൂടെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. പലർക്കും ടോയ്ലറ്റ് ട്രെയിനുകളിൽ യൂസ് ചെയ്യാൻ അറിയില്ല. പണ്ടത്തെ ട്രെയിനാണെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് പറയായിരുന്നു, പലപ്പോഴും അവിടുത്തെ ഫ്ലഷിൻ്റെ ബട്ടൺ എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സാധാരണ നോർമലി നമ്മൾ കാണുന്ന തരത്തിലുള്ള ഫ്ലഷിംഗ് സിസ്റ്റം തന്നെയാണ് ഇപ്പോൾ ട്രെയിനിൽ വരുന്നത്. എന്നിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ പ്രശ്നം തന്നെയാണ്. ഇനി നല്ല ഫുഡ്, ബെറ്റർ ഫുഡ് കിട്ടുന്നുണ്ട്. ട്രെയിനിൽ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്, ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ശോചനീയമാണ്. പക്ഷേ വന്ദേ ഭാരത് അതിൽ നിന്നെല്ലാം ബെറ്ററാണ്. അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള യാത്ര, വൈഡായിട്ടുള്ള ഒരു വിൻഡോ ഏരിയ, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കങ്ങനെ ഒരു വേറൊരു മായാലോകത്തൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീല് നമുക്ക് ആ ട്രെയിൻ കിട്ടും. ഔട്ട്സൈഡ് നോയ്സൊക്കെ വളരെയധികം കുറവാണ്. മറ്റേ ട്രെയിനിൻ്റെ ആ ഒരു കുടുക്കവും, ചിലർക്കൊക്കെ ഈ കുടുക്കമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഇതിലങ്ങനെ കുടുക്കമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് പോകാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് ഔട്ടർ നോയ്സസ് ഇതിനകത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വന്ദേ ഭാരതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓഫ് കോഴ്സ് അതിന് സ്പീഡുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ അതിന് യാത്ര ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കേരളത്തിലുള്ളവർക്കുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഉടൻ തന്നെ ഒരു ട്രെയിൻ സർവീസ് വരുന്നതായിരിക്കും. ആദ്യം ട്രയൽ റണ്ണായിരിക്കും. ട്രയൽ റണ്ണിന് ശേഷം ഇതൊരു നല്ലൊരു റൂട്ട് ആണെന്ന് റെയിൽവേക്ക് തോന്നുകയാണെങ്കിൽ അതൊരു സ്ഥിരം റൂട്ടാക്കി മാറ്റാണ് ഇന്നിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് ഈ പറയുന്ന ട്രെയിൻ ഓടുക. എറണാകുളത്ത് നിന്ന് ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. ഉച്ചയ്ക്ക് 12:50 പുറപ്പെടുന്ന ഈ ട്രെയിൻ രാത്രി 10 മണിയോടുകൂടിയിട്ട് ബാംഗ്ലൂരിൽ എത്തിച്ചേരും. ഇനി തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ 5:30 പുറപ്പെടുന്ന ഈ ട്രെയിൻ
ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ട് എറണാകുളത്ത് എത്തിച്ചേരും. വ്യാഴം, ശനി, തിങ്കൾ ദിവസങ്ങളിലാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന സർവീസ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം പ്രാധാന്യമുള്ളൊരു സർവീസാണ്. നമുക്കറിയാം 2 മേജർ സിറ്റീസാണ് നമ്മുടെ ഈ പറയുന്ന എറണാകുളമായിരുന്നാലും നമ്മുടെ ബാംഗ്ലൂർ ആയിരുന്നാലും IT ഹബ്ബുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് അധികം ദൂരം വരുന്നില്ല. കാരണം തിരുവനന്തപുരം ആണല്ലോ അടുത്ത് ഒരു മെഗാ സിറ്റി ആയിട്ട് നമ്മുടെ കേരളത്തിൽ വളരാനായി പോകുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അടുത്തൊരു കണക്ഷൻ ട്രെയിൻ എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എടുക്കാനായിട്ട് പലർക്കും സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം എന്ന് പറയുന്ന IT നഗരവും അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ആ ഒരു മെഗാ പോർട്ട് സിറ്റിയും നമ്മുടെ IT ഹബ്ബായിട്ടുള്ള അല്ലെങ്കിൽ IT സിറ്റി ആയിട്ടുള്ള നമ്മുടെ ബാംഗ്ലൂരുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടും ഈ ട്രെയിൻ സാധിക്കും. ഇന്നേവേ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും. അപ്പോൾ 2 മഹാനഗരങ്ങൾ, അതിൻ്റെ ഇടയിൽ മറ്റൊരു മഹാനഗരം, ഇതെല്ലാം തമ്മിൽ ഒരു കണക്ഷൻ വരും. ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ തിരുവനന്തപുരവുമായി നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. കാരണം രാവിലെ നമുക്ക് നമ്മുടെ ജനശതാബ്ദിയിലൊക്കെ കയറി പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കൃത്യമായിട്ട് നമുക്ക് അവിടെ എത്താനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞൊരു 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് യാത്ര ചെയ്ത് പോകാനും സാധിക്കും. നമുക്ക് ട്രെയിനുകൾ ദുർലഭമാണെങ്കിൽ വളരെ മികച്ചൊരു സർവീസാണ്. അപ്പോൾ കൊച്ചി ആയിരുന്നാലും കൊച്ചിയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കേരളത്തിലെ 2ാമത്തെ IT നഗരമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കൊച്ചിയിലെ ഇൻഫോ പാർക്ക് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ടെക്നോ പാർക്കും ടെക്നോ സിറ്റി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ടെക്നോ സിറ്റി ഇപ്പോൾ വന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ IT നഗരം തന്നെയാണ് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊച്ചിക്കാർക്കും ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ, അതായത് തൃശ്ശൂരായിരുന്നാലും പാലക്കാടായിരുന്നാലും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളുള്ളവർക്കും ഇതിൻ്റെ ഉപകാരം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ട്രെയിനുകളുടെ സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എറണാകുളം, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, പിന്നെ പാലക്കാട്, പോത്തന്നൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, ബാംഗ്ലൂർ. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേഷനുകളേ ഉള്ളൂ. നമുക്ക് കുറഞ്ഞത് 2-3 മണിക്കൂറെങ്കിലും നമുക്ക് ട്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ ട്രെയിനിൽ നിന്ന് പോകുന്നതിൽ ലാഭിക്കാം. അപ്പോൾ വളരെ മികച്ചൊരു സർവീസാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പലതും ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്ദേ ഭാരത് കേരളത്തിലേക്ക് ലഭിക്കണമെന്നാണ് നമ്മളും പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വന്ദേ ഭാരത് ലാഭം ഉണ്ടാക്കുന്ന സ്റ്റേറ്റുകളിലൊന്ന് നമ്മുടെ കേരളമാണ്. കേരളം മുകളിൽ തന്നെ ഉണ്ടാകും. പല വന്ദേ ഭാരതും കാലിയടിച്ചാണ് പോകുന്നത്. ഈ കാലിയടിച്ച് പോകുന്ന വന്ദേ ഭാരതക്ക് എന്തിനാണ് വെറുതെ ഇട്ട് ഓടിക്കുന്നത്? ആവശ്യക്കാർക്ക് കൊടുക്കൂ, ആവശ്യമുള്ള സ്റ്റേറ്റ്സിന് കൊടുക്കൂ, ആവശ്യമായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ അത് ഓടിക്കൂ. അങ്ങനെ നമുക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഈ ട്രെയിനുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെട്രോ നഗരങ്ങളെ ബന്ധിപ്പിച്ചും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന അൾട്രാ മെട്രോ മെഗാലിപ്പോളിസ് എന്നൊക്കെ പറയുന്ന പോലെ ഹ്യൂജ് സിറ്റീസ് ആകാൻ പോകുന്ന പല നഗരങ്ങളും കേരളത്തിലുണ്ട്. അതിലെടുത്ത് വരേണ്ട നഗരം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ആ നഗരം ഇപ്പോൾ പോർട്ടുമായിട്ട് വളരെയധികം ആ ഒരു സ്റ്റേച്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പോർട്ടിൻ്റെ ആ ഒരു വരവോട് കൂടിയിട്ട് മറ്റൊരു ലെവലിലേക്ക് ഉയർന്നൊരു നഗരമാണ്. മറ്റൊന്നുള്ള തിരുവനന്തപുരം തന്നെയാണ്. അപ്പം നമുക്ക് വളരെയധികം വീഡിയോസ് ഇനിയും കൊണ്ടുവരാനുണ്ട്. ഇപ്പോൾ നമുക്ക് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇനിയും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോസ് വരട്ടെ, ഡെവലപ്മെൻറ്റ് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം പ്രകടന രാജ് എന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.